എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇത് ഒരു വാരനാട് ദേവീക്ഷേത്രമാണ് ഈ കാണുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ചേർത്തല താലൂക്കിലെ വാരനാട് ദേവീക്ഷേത്രം. ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ വാരനാട് ദേവീക്ഷേത്രമാണ് ഈ കാണുന്നത്. അവിടുത്തെ ഉത്സവം ഒന്ന് കൂടിയേക്കാന്ന് ഓർത്ത് വന്നതാണ്. നമ്മൾ തലേദിവസം തൊട്ടുള്ള ഉത്സവമാണ് നമ്മൾ കാണുന്നത്. ഇത് ആനയൂട്ടാണ് കേട്ടോ. ആനയൂട്ട് നടക്കാൻ പോകുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. എല്ലാ ആനകളെയും നിരത്തി വെച്ച് അവർക്ക് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ്, നെറ്റിപ്പട്ടം അങ്ങനെയുള്ളതൊക്കെ ചാർത്തി കഴിഞ്ഞിട്ടാണ് ആനയൂട്ട് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വളക്കടയിലൊക്കെ ഒന്ന് പോയി. ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഉത്സവ പറമ്പിൽ പോയാൽ നമ്മൾ ആരായാലും വളക്കടയിലൊക്കെ ഒന്ന് പോവും. ഒന്നും വേണ്ടേലും ശരി നമ്മളൊന്ന് പോയി അവിടെ കൂടെ ഒന്ന് ഇറങ്ങി അത് മുഴുവൻ കണ്ട് വിലയൊക്കെ ചോദിച്ചു. 1-2 സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്. അത് നമ്മൾ മൊത്തം കടകളിലും കയറി അങ്ങ് നിരങ്ങും. വേറൊന്നുമല്ല, കാണാനുള്ള ഒരാകാംക്ഷ. മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. പെണ്ണുങ്ങളല്ലേ, കാണാതിരിക്കുകയല്ലോ അല്ലേ. തിരിച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആനയൂട്ടൊക്കെ നടന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ജനമായിരുന്നു. നമുക്ക് എടുക്കാനും ഒന്നും പറ്റത്തില്ല. ഇത് തലേദിവസത്തെ പരിപാടിയാണ്. അതായത് അശ്വതി വിളക്ക് ഭരണിയുടെ തലേദിവസം അശ്വതി വിളക്കുണ്ട്. അശ്വതി വിളക്കിന് പോയപ്പോഴത്തേക്ക് അന്നത്തെ പരിപാടിയാണ്. ആറാട്ടുകട കൊണ്ട് ആറാട്ടുകടൻ്റെ അവിടുന്ന് ഒരു ഘോഷയാത്രയായിട്ട് താലപ്പൊലിയൊക്കെ ആയിട്ട് ദേവീനെ എഴുന്നള്ളിച്ചുകൊണ്ട് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് ആനപ്പുറത്ത്. വാരനാട് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ഒരു അമ്മയാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നേർച്ചയൊക്കെ നേർന്നിട്ടുണ്ടേ അത് അച്ചിട്ടാണ്. ഇവിടുത്തെ പല പല വഴിപാടുണ്ട്. ഒരുപാട് പൈസ കൂടുതലുള്ള വഴിപാടുമുണ്ട്, ഏറ്റവും കുറഞ്ഞ വഴിപാടുമുണ്ട്. കുംഭഭരണിയാണ് അവിടുത്തെ മഹോത്സവം. ഒരു നാട് മുഴുവൻ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഉത്സവമാണ് കുംഭഭരണി. അതും വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി. ഇത് നമ്മൾ ഭരണിയുടെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയതാണ്. അമ്പലത്തിലൊക്കെ കയറിയിട്ട് തിരിച്ച് നമ്മൾ പോകുന്ന വഴിയാന്ന് വെച്ചാൽ ഭയങ്കര വെയിലും ചൂടുമല്ലേ. ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ചെന്നായതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ ചൂടാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി. ഇതിപ്പോൾ ഒരു 8 മണി കഴിഞ്ഞ സമയമായിട്ടുള്ളൂ കേട്ടോ. അമ്പലത്തിൽ പോയിട്ടൊക്കെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി വൈകിട്ടേ ഞങ്ങൾ വരത്തുള്ളൂ. അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ അവിടെ താലപ്പൊലി അങ്ങനെ കുറേ നേർച്ച നടത്തുന്ന താലപ്പൊലിയൊക്കെ ഉണ്ട് ഓരോ വീടുകളിൽ. അതുപോലെ തന്നെ ഓരോ സംഘടന, അതായത് ഓരോ സംഘടനകളുണ്ട്. ആ ഓരോ സംഘടനകൾ ഇങ്ങനെ ഓരോ ഇതുപോലെ താലപ്പൊലി അത് പല പല സെക്ഷനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതുപോലെ ഒരെണ്ണം വന്നു. അത് കഴിഞ്ഞ് തൊട്ട് പുറകെ ചിലപ്പോൾ 10-15 മിനിറ്റേ കാണുള്ളൂ. അതിൻ്റെ പുറകെ ഉടനെ അടുത്തത് വരും. അങ്ങനെ ഒരു ഉച്ചയാകും വരെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ഇപ്പം ശരിക്കും രാവിലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ റോഡൊക്കെ നിറഞ്ഞ് ജനമായിരിക്കും. അതുപോലെ ജനമാണ്. ഇപ്പം തന്നെ അടുത്തത് വരുന്നുണ്ടേ. കൊട്ട് കേൾക്കുന്നുണ്ട് അവിടുന്ന്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അടുത്തത് വരുന്നുണ്ടെന്ന്. ഇതുപോലെ വന്നുകൊണ്ടേയിരിക്കും. 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഇടവിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇവരൊക്കെ രാവിലെ വരുമോ, വെയിലും ചൂടൊക്കെ ആകുന്നതിന് മുന്നേ. ഇപ്പം തന്നെ വെയിലുണ്ട്, 8 മണി കഴിഞ്ഞില്ല, എന്നിട്ട് പോലും നല്ല വെയിലുണ്ട്. ഇത് വൈകിട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് സമയമായി. അപ്പോൾ വൈകിട്ട് ഇവിടെ കൂടെ നമ്മുടെ വാരനാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഗരുഡൻ തൂക്കം അല്ല, ഒറ്റത്തൂക്കം ആറ്റിക്കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ പാലത്തെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവൻ കൂടിയിട്ട് അവിടെ നിന്നാൽ കാണാം ഒറ്റത്തൂക്കം പോകുന്നത്. അതും നേർച്ചയാണ്, ഓരോ വീട്ടുകാർ ചെയ്യുന്ന നേർച്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ചിലവുള്ള നേർച്ചയുണ്ട്, തീർത്തും ചിലവ് കുറഞ്ഞ നേർച്ചയുണ്ട്. ഈ പാലം മുഴുവൻ ഇത് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പുതിയ പാലം പണിതുകൊണ്ടിരിക്കുവാണ്. നല്ല ഭംഗിയാണ് ഈ പാലം കാണാനായിട്ട്. അക്കരെ ഇക്കരെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകത്തില്ലായിരുന്നു. കുറച്ച് ഭാഗം വെച്ച് അങ്ങോട്ട് ആറായിരുന്നു. അപ്പം അക്കരക്കാരും ഇക്കരക്കാരും കൂടെ ഒന്നായതുകൊണ്ട് ഇപ്പോൾ ഇത് പാലമായി. ഇനിയിപ്പോൾ ബസ് റൂട്ട് ആകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കിനി വൈക്കം ആ ഭാഗത്തേക്ക് പോകാനായിട്ട് നന്നായിട്ട് എളുപ്പമായി. ഇതാണ് ഒറ്റത്തൂക്കം എന്ന് പറഞ്ഞത് കേട്ടോ. ഇതാണ് ഒറ്റത്തൂക്കം.
ഈ കാണുന്നത് വേമ്പനാട് കായലാണ് കേട്ടോ. അടുത്ത ഒറ്റത്തൂക്ക് ഉടനെ വരുമെന്നാണ് പറഞ്ഞത്. ഈ പോകുന്ന ഒറ്റത്തൂക്കം നമ്മുടെ ദീപാരാധന സമയത്ത് അമ്പലത്തിൽ ചെന്ന് കയറും. സന്ധ്യ സമയം കണ്ട് അടുത്തത് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആൾക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങളും പോരുവാണ്. കുറച്ച് ഭാഗം കൂടെ പണിയാനുള്ളൂ. പണിത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓപ്പൺ ആക്കും, ഉദ്ഘാടനം കഴിയും. പിന്നെ ഇതിലേ കൂടെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങും. നല്ല അടിപൊളി പാലമാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇത് രാത്രി സമയമാണ്. നമ്മൾ രാത്രിക്ക് ഗാനമേള കാണാൻ പോയതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയായപ്പോൾ ഗാനമേളയൊക്കെ തീർന്നു. ഇതാണ് ചാടെന്ന് പറയുന്നത്. അതും വലിയൊരു നേർച്ച കേട്ടോ. ഒത്തിരി പേര് നടത്തുന്നതാണോ അതോ ഒരു കൂട്ടർ നടത്തുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഇത് ചാട് ഒരുപാട് ആൾക്കാർ ചേർന്ന് വലിച്ചുകൊണ്ട് അമ്പലത്തിൽ ഒരു വെളുപ്പിന് ഒരു 4:30 ആകുമ്പോൾ 3:30-4:30 ആകുമ്പോൾ എത്തും. അതോടെ ആണ് കുംഭപ്പർണി മഹോത്സവം തീരുന്നത്. പക്ഷേ ഞങ്ങളുടെ ചാട് വഴി കാണാൻ നിന്നില്ല. ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഒരു 12 മണിയൊക്കെ ആയിട്ട് ഒരു 12-12:30 കഴിഞ്ഞിട്ട് ഇത് തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് നിൽക്കാഞ്ഞത്. ഞങ്ങളൊരു 11:30-12 ആകാറായപ്പോൾ ഞങ്ങൾ പോകുന്നു. ഇത് വരുമ്പോൾ വെളുപ്പാങ്കാലമാവും. അത് അമ്പലത്തിൻ്റെ തെക്കേ ചെരുവെന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഒരുപാട് അങ്ങ് ദൂരെ മാറിയിട്ട്. അവിടെ നിന്നാണ് ഈ ചാട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ നിൽക്കാതെ ഞങ്ങളിങ്ങ് പോകുന്നു. തൽക്കാലം ഈ ചാട് കിടന്നെടുത്ത് പോയിട്ട് പിടിയൊന്ന് പിടിച്ചതാണ്. ആ ചാടയിലാണ് പിള്ളേരൊക്കെ ഇരിക്കുന്നത്. ഗരുഡനാണ് ഇവിടുത്തെ നിൽക്കുന്നത്. ഗരുഡൻ ഉണ്ടാവും. ഇപ്പോഴല്ല, തുടങ്ങുമ്പോൾ അവിടുത്തെ ഗരുഡൻ ഉണ്ടാവും. വീണ്ടും ഞങ്ങൾ തിരിച്ചമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഒരുപാട് ജനങ്ങളാണ് കേട്ടോ. ഒരുപാട് ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളാണ്. നമുക്ക് അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനങ്ങളായിരുന്നു. ഇത് മുഴുവൻ ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ പോയതാണ്. കണ്ടോ, ഇത് മുഴുവൻ ഇവിടെ ജനങ്ങളായിരുന്നു. ഗാനമേള നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ ആൾക്കാർ നിറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് സ്ക്രീൻ വെച്ചിട്ട് സ്ക്രീൻ വഴിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചാട് വന്നിട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. തെക്കേ ചെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രൗണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെയുണ്ട്. കടകളും സാധനങ്ങളും എല്ലാം അവിടെ ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ വാരനാട് ദേവീക്ഷേത്രം. എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഗാനമേളയൊക്കെ കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഒതുങ്ങി. ഇവിടെയെങ്ങും തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. കാല് ചവിട്ടാനുള്ള ഇടവില്ലാത്ത രീതി ആൾക്കാരായിരുന്നു. രാത്രിയാണെന്ന് പറഞ്ഞാലും ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ചെന്നതിൻ്റെ കൂടിയിട്ടായിരിക്കും, ഇടുക്കിയിൽ നിന്ന് വന്നതിൻ്റെ കൂടിയിട്ടായിരിക്കും ഭയങ്കര ചൂട്. വിയർത്തങ്ങ് ഒഴുകുമായിരുന്നു, ഡ്രസ്സൊക്കെ നനഞ്ഞ് കുതിർന്ന്. അതാണ് ഗാനമേള നടന്ന സ്റ്റേജ്. ഒരു 10-20 മിനിറ്റ് മുന്നേ ഈ ഭാഗത്തെങ്ങും കാല് ചവിട്ടാൻ ഇടവില്ലാത്ത രീതിയിൽ ആൾക്കാരായിരുന്നു. മൊത്തം
പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പുറത്ത് ചെന്നാൽ ഇപ്പോഴും ആൾക്കാർ അവിടെ തന്നെ നിൽപ്പുണ്ട്, പോകുന്നേ ഉള്ളൂ. ഒഴുകി പോകുന്ന രീതിയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് പോരാന്നോർത്താണ് അവിടെ ഇരുന്നത്. അപ്പോഴാണ് ഇതെല്ലാം ഒന്ന് പിടിച്ചേക്കാന്ന് വെച്ചത്. അത് ഊട്ടുപുരയാണ്. അവിടെ അന്നദാനമൊക്കെ നടത്തുന്ന സ്ഥലമാണ് അവിടെ ആ കാണുന്നത്. അതിൻ്റെ വാതിക്കെ പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങളും തിരിച്ചു പോരാനായിട്ട് ഇറങ്ങി. ഇനി അടുത്ത കുമ്പപ്പള്ളിക്ക് വരാൻ പറ്റിയാൽ വരാമെന്ന പ്രതീക്ഷയോടെ പോരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.